2024 പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ പ്രോഗ്രാമും ആ ടെസ്റ്റ് സീരീസിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലേണേഴ്സിൻ്റെ ടെസ്റ്റ് സീരീസിന് മുന്നേ ആയിട്ടുള്ള പ്രിലിംസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ സെഷനാണിത്. അപ്പോൾ എല്ലാവരും ഏകദേശം സിവിൽ സർവീസ് എക്സാമിൻ്റെ 2024 പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ആൾക്കാരുടെ മനസ്സിലുണ്ടാവുന്ന പ്രിലിംസ് ഈസ് കമ്മിങ്. അപ്പോൾ എങ്ങനെ ഇനി പ്ലാൻ ചെയ്യണം, അടുത്തുള്ള ഒരു 3-3.5 മാസം എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ആൾക്കാരുണ്ടാവുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു റിവിഷനും കൃത്യമായിട്ടുള്ള പ്രാക്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്തു തുടങ്ങുക, റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു 110 ഡേയ്സ് ആണ് ഇനി റിമെയിൻ ചെയ്യുന്നത്. വെറും 110 ദിവസങ്ങൾ. മെയ് 26-ന് എക്സാം ആണ്. അപ്പോൾ അതിനു മുന്നേ 110 ദിവസങ്ങളുടെ ഈ 110 ദിവസങ്ങൾ നമ്മൾ എത്ര എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു പ്രിലിംസിലുള്ള പെർഫോമൻസും അതിൻ്റെ ഭാഗമായിട്ടുള്ള റിസൾട്ടും. അപ്പം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങളിലാണ്. ഒന്ന് കൃത്യമായിട്ടുള്ള റിവിഷൻ, പിന്നെ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ടെസ്റ്റുകളിൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലേക്കും ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ 2 കാര്യങ്ങളിലേക്കും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലേണേഴ്സിൻ്റെ ടെസ്റ്റ് സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് നമുക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് 1 എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇന്ത്യൻ പൊളിറ്റിയുടെ പാർട്ട് 1 ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ പൊളിറ്റി, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി, സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, എമർജൻസി പ്രൊവിഷൻ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, ഇന്റർ സ്റ്റേറ്റ് റിലേഷൻ, അമെൻമെന്റ്സ്, ഷെഡ്യൂൾസ്, ഇത് പ്ലസ് കറണ്ട് അഫയേഴ്സ്, ജൂണിലെ കറണ്ട് അഫയേഴ്സും 2023 ജൂണിലെ കറണ്ട് അഫയേഴ്സും ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് നെക്സ്റ്റ് സൺഡേ 11/2/2024 സൺഡേ 9:30 AM to 11:30 AM ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിനെ, ഈ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് 2 സോഴ്സസിനെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്ക് നമ്മൾ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി ടെക്സ്റ്റ് ബുക്കിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 1540 പേജുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ മുഴുവൻ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിന് ഏകദേശം ഒരു 250 പേജസിന്റെ അടുത്ത് വരും. അപ്പോൾ ഒരാഴ്ച കൊണ്ട് എങ്ങനെയാണ് 250 പേജസ് പഠിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇത് ആദ്യമായിട്ട് പഠിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ഇത് റിവിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം ഈ ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഓൾറെഡി ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോയിട്ടുണ്ടാവണം, നിങ്ങളുടെ കയ്യിൽ നോട്ടുകൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു 1 വീക്ക് ടൈം പീരീഡിനുള്ളിൽ ഇത്രയും കണ്ടന്റ് പഠിച്ചു തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക. ഇത് പ്രൈമറി റിക്വയർമെന്റ് ആണ്, ഓർത്ത് വെക്കുക. ആദ്യം ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. അടുത്താണ് ജൂണിലെ കറണ്ട് അഫയേഴ്സ്. ജൂണിലെ കറണ്ട് അഫയേഴ്സിന് ഓൾറെഡി നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നോട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മന്ത്ലി കമ്പൈലേഷൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലേണേഴ്സിന്റെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ PDF ആയിട്ട് ലേണേഴ്സിന്റെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നത്. ഇപ്പോൾ ലേണേഴ്സിന്റെ കാര്യമാണെങ്കിൽ ഇത് ഏകദേശം 240 പേജസ് ആണ് ജൂണിലെ കറണ്ട് അഫയേഴ്സ് വരുന്നതായിട്ടുള്ളത്. അതായത് ഒരു വീക്ക് കൊണ്ട് നമ്മൾ 240 പേജ് കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ഇവിടെയും ഓർത്ത് വെക്കുക, ഒരു ആഴ്ച കൊണ്ട് എങ്ങനെ 240 പേജ് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഈ ഒരു പ്രോസസ്സിലൂടെ ജൂണിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആളാണെങ്കിൽ വേഗം ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സിലൂടെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ മെയിൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫോക്കസ് ഓൺ പ്രിലിംസ്. അപ്പോൾ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഫോക്കസ് ചെയ്യുക. ഒരു ടോപ്പിക്കിൽ തന്നെ പ്രിലിംസ് ആൻഡ് മെയിൻസ് കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രിലിംസ് കണ്ടന്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് ക്വിക്കായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അത്തരത്തിൽ വേണം ഈ ഒരു കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റി, ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് മന്ത്ലി കമ്പൈലേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വീക്കിലെ കണ്ടന്റിനെ ഡെയിലിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെ നമുക്കത് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആക്ച്വലി February 5 മൺഡേ മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് വെച്ചോ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ എക്സാം വരുവാണ്. അപ്പോൾ മൺഡേ ആണെങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ പൊളിറ്റി, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി നമ്മൾ പഠിക്കും. ജസ്റ്റ് ആദ്യത്തെ 1 to 2 ചാപ്റ്റേഴ്സ് ആണ്. അതിനുശേഷം കറണ്ട് അഫയേഴ്സിലെ ഫസ്റ്റ് 40 പേജ്, കാരണം ആകെ 240 പേജസ് ആണുള്ളത്. നമുക്കിത് 6 ദിവസം കൊണ്ട് പഠിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഏകദേശം 40 പേജിനടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഒരു ദിവസം 40 പേജ് ഞാൻ പറഞ്ഞു പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക.
അപ്പോൾ ഈ ഇങ്ങനെ ഓരോ ദിവസത്തേക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിനെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റുന്ന കണ്ടന്റ് നോക്കുക. ഏകദേശം എത്ര കണ്ടന്റ് വരുന്നുണ്ട് എന്ന് നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രീആമ്പിൾ, യൂണിയൻ ആൻഡ് ടെറിട്ടറി, സിറ്റിസൺഷിപ്പ് ഒരു ദിവസം പഠിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് വലിയൊരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് അത് ഒരു ദിവസം വെച്ചത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും DPSP, പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗവും. എമർജൻസി പ്രൊവിഷൻസ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ വലിയൊരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് വന്നത്. ഇന്റർ സ്റ്റേറ്റ് റിലേഷൻ, അമെൻമെന്റ്സ്, ഷെഡ്യൂൾസ്, ഇങ്ങനെ. അപ്പോൾ ഓരോ ദിവസത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഒരു ദിവസത്തിൽ അവസാനം സൺഡേ ടെസ്റ്റ് എഴുതുക, എന്നിട്ട് നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യം, ഇപ്പൊ ടൈം എങ്ങനെയാ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് പല ആൾക്കാർക്കും പല ടൈമിംഗ് ആയിരിക്കും ഉണ്ടാവുക. ചിലവർക്ക് മോർണിംഗിലായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക, ചില ആൾക്കാർക്ക് ഈവനിങ്ങിലായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള കണ്ടന്റിനെ കുറിച്ചിട്ട് ഐഡിയ വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം നിങ്ങളുടെ നോട്ടിൽ ഇത്രയാണ് കണ്ടന്റ് പഠിക്കാനുള്ളത്, 16 പേജാണ്, 20 പേജാണ് ഒരു ദിവസം പഠിക്കാനുള്ളതെന്ന്, അല്ലെങ്കിൽ 25 പേജാണ് ഒരു ദിവസം പഠിക്കാനുള്ളതെന്ന് ഐഡിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ടൈം അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കറണ്ട് അഫയേഴ്സിനും നിങ്ങളൊരു ടൈം അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ഒരു റൂട്ടീൻ ഡെയിലി കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, നമ്മളെ സ്റ്റഡി എന്ന് പറയുന്നത് വായന മാത്രമല്ല, അതിൻ്റെ കൂടെ അവസാനം പഠിച്ചതെല്ലാം കൂടെ ഒന്നുകൂടി റിവിഷൻ, ഒരു റിവിഷന്റെ മേലെ ഒരു റിവിഷനും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് തിങ്കൾ പഠിച്ചത് ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചൊവ്വ പഠിച്ചത് ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ ആഴ്ചയിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള കണ്ടന്റ് അനുസരിച്ചുകൊണ്ട് 16 പേജാണോ 20 പേജാണോ 30 പേജാണോ നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് കണ്ടന്റിനെ ഓരോ ദിവസത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ 10, 80, 100 പേജുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടെങ്കിൽ അതൊരു 20, 25 പേജുകളിൽ ഒതുങ്ങുന്നതാണ് നോട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിലുള്ള ക്രിസ്പ് നോട്ടുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്കിത് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ വീക്കിലും നിങ്ങൾ ഇതുപോലെ ഡെയിലി ഷെഡ്യൂളുകൾ ഉണ്ടാക്കണം. എന്നിട്ട് ആ ഡെയിലി ഷെഡ്യൂള് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഏത് സമയം പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ അവൈലബിലിറ്റി, നിങ്ങളുടെ ടൈമിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിലിമിനറി എക്സാം നമുക്കറിയാം OMR ടൈപ്പ് എക്സാം ആണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് വെച്ചാൽ നമ്മൾ OMR ഷീറ്റിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ലേണേഴ്സ് ഇപ്പോൾ നടത്തുന്നത് ഒരു ഓൺലൈൻ വെബ് പോർട്ടൽ വഴി എക്സാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് വഴി എക്സാം എഴുതാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി എക്സാം എഴുതാമെന്നാണ്. ഇപ്പോൾ study.learners.in. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസിന്റെ തലേ ദിവസം, അതായത് സൺഡേ ആണെങ്കിൽ സാറ്റർഡേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ PDF രൂപത്തിൽ അയച്ചു തരും. നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുക്കാവുന്നതാണ്. പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു OMR ഷീറ്റും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ തന്നെ അയച്ചു തരും. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസിന് മുന്നേയുള്ള, അപ്പോൾ അതും കൃത്യമായിട്ട് വായിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇതേപോലത്തെ OMR ഷീറ്റ്, അങ്ങനെ 3 ഓപ്ഷനിലാണ് നിങ്ങൾക്കുള്ളത്. ഒന്നുകിൽ ആപ്പിൽ തന്നെ മാർക്ക് ചെയ്യാം, കയ്യിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുത്തിട്ട് OMR ഷീറ്റിൽ തന്നെ മാർക്ക് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. കാരണം എക്സാം എഴുതുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ബുക്കൊക്കെ ഇരുന്ന് പെന്നൊക്കെ എടുത്ത് ഇതേപോലെ കറുപ്പിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ആക്ച്വൽ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ മാക്സിമം റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് ഓർത്തുക. ഞാൻ ഈ പറഞ്ഞ പോലെ 20 ടെസ്റ്റുകളാണ് ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 20 ടെസ്റ്റുകളും നിങ്ങൾ ഈ ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എക്സാമിന് പോകുന്നതിന് മുന്നേ കിട്ടും എന്നുകൂടി ഓർത്ത് വെക്കുക. പല ആൾക്കാർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെസ്റ്റുകൾ എഴുതില്ല അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യില്ല എന്നുള്ളതാണ് വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു പ്രിലിമിനറി എക്സാമിന്റെ ഈ ഒരു ടെസ്റ്റ് സീരീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ റിവിഷന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് പോകുന്നത്. സെക്കൻഡ് പാർട്ട് ടെസ്റ്റ് സീരീസിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, അങ്ങനെ ഈ ഒരാഴ്ച 3-4 സെഷൻസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും 2023 പ്രിലിംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയാണ്. എന്താണ് UPSCയുടെ പാറ്റേൺ, എങ്ങനെയാണ് നമുക്ക് ആ ചോദ്യങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്, എവിടെ നിന്നാണ് ചോദ്യങ്ങൾ പ്രധാനമായിട്ടും വരുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ടുഡേ, അതായത് ഇന്ന് ട്യൂസ്ഡേ ആണ്. ഈ ട്യൂസ്ഡേ 7-ാം തീയതി
ഇന്ന് ഈവനിങ്ങിലാണ് നമുക്ക് ഈ ഒരു സെഷൻ വരുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. ഇന്ന് വൈകുന്നേരം 7:30 സെഷൻ. ഓർത്ത് വെക്കുക, ഇത് ടെസ്റ്റ് സീരീസിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു സെഷൻ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ എലിമിനേഷൻ ടെക്നിക്കുകൾ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എലിമിനേഷൻ ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി, പിന്നെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ആ മിസ്റ്റേക്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എങ്ങനെ അവയെ ഒഴിവാക്കാം തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസിന് മുന്നേ ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസും കൂടെ ചെയ്ത് ആ ഒരു കാര്യങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു മാറ്റം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ടെസ്റ്റ് സീരീസിൽ എൻറോൾ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും എൻറോൾ ചെയ്യുക. കാരണം ഈ ഒരു 3 days പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. എന്താണ് ഈ ഒരു എക്സാമിൽ നമുക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ സെഷൻ 7:30 ലൈവ് ആയിട്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക. അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് റെക്കോർഡഡ് സെഷൻ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് ഐഡിയ കിട്ടി. ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണം. എന്താണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ, അത് ഇന്നത്തെ സെഷനിൽ 7:30 നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.